സാധാരണ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കാലെടുത്ത് വെക്കുന്ന പ്രായം. പുസ്തകവും ഭാരമുള്ള ബാഗും ചുമന്ന കൂട്ടുകാർക്കൊപ്പം കളിച്ച് ചിരിച്ച് നടക്കേണ്ട വെറും 15 വയസ്സ്. പക്ഷേ ഈ പ്രായത്തിൽ കയ്യിലൊരു ബാറ്റും പിടിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗായ IPL ഒരു കൊടുങ്കാറ്റായി മാറി ചരിത്രം തിരുത്തി കുറിക്കുകയാണ് ഒരു പയ്യൻ. രാജസ്ഥാൻ റോയൽസിൻ്റെ സ്വന്തം വണ്ടർ കിഡ്, ബോസ് ബോയ് എന്ന് വിളിക്കപ്പെടുന്ന വൈഭവ് സൂര്യവംശി. ക്രിക്കറ്റ് ലോകം ശ്വാസം അടക്കി പിടിച്ച് കണ്ട ആ ഇന്നിങ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പേരെടുത്ത ബൗളർമാരെ ഒരു ദയയുമില്ലാതെ അവൻ പഞ്ഞിക്കിട്ട ആ ദിവസം വെറും ഒരു സെഞ്ചുറി അല്ല അവൻ നേടിയത്, ലോകോത്തര ബൗളർമാരുടെ നെഞ്ചു പിളർക്കുന്ന 103 റൺസിൻ്റെ രക്തരൂക്ഷിതമായ വേട്ട. ആ ഇന്നിങ്സിൽ അതിർത്തി കടന്നത് 1ഓ 2ഓ അല്ല, 12 പടുകൂറ്റൻ സിക്സറുകൾ. ഈ 15കാരൻ്റെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞ ഹൈദരാബാദ് ബൗളർമാർക്ക് അന്ന് ഗ്രൗണ്ടിൽ ഓടി ഒളിക്കാൻ പോലും ഇടമില്ലായിരുന്നു. എന്താണ് ഈ പയ്യൻ്റെ ടെക്നിക്ക് എന്നല്ലേ? അസാമാന്യമായ ഹാൻഡ് ഐ കോർഡിനേഷനും പന്തിൻ്റെ ഗതി മുൻകൂട്ടി കണ്ട് അനായാസം ബാറ്റ് വീശുവാനുള്ള പെർഫെക്റ്റ് ടൈമിങ്ങും. എന്നാൽ അതിനെല്ലാം പുറമെ അവനൊരു ആറ്റിറ്റ്യൂഡുണ്ട്. വൈഭവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്കെതിരെ പന്തെറിയാൻ വരുന്ന ബൗളർ ആരാണ് എന്ന് ഞാൻ നോക്കാറേയില്ല, എൻ്റെ കണ്ണുകൾ ആ പന്തിൽ മാത്രമാണ്. ഈ വാക്ക് വെറും ഒരു വീരവാദമല്ല എന്ന് അവൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബൗളർ സാക്ഷാൽ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഏതൊരു വമ്പൻ ബാറ്ററുടെയും നെഞ്ചിടിപ്പേറും. എന്നാൽ ഈ 15കാരൻ ബുംറയെ വരവേറ്റത് എങ്ങനെയാണെന്നോ? തനിക്ക് നേരെ വന്ന ബുംറയുടെ ആദ്യ പന്ത് തന്നെ അവൻ ഗാലറിയിലേക്ക് പറത്തി ഒരു കൂറ്റൻ സിക്സർ. ഞെട്ടൽ മാറാത്ത ബുംറയ്ക്ക് നേരെ അതേ ഓവറിൽ മറ്റൊരു സിക്സർ കൂടി അവൻ പായിച്ചു. ബുംറയുടെ ആ ആദ്യ ഓവറിൽ തന്നെ വൈഭവ് അടിച്ചെടുത്തത് 14 റൺസാണ്. ഈ ആത്മവിശ്വാസത്തെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അവൻ്റെ ഈ അമാനുഷിക പ്രകടനം കണ്ട് ലോകം ഒന്നടങ്കം അമ്പരന്നു. 15 വയസ്സുകാരൻ ഇത്രയും കരുത്തോ? ഈ സംശയം മൂത്തപ്പോൾ സാക്ഷാൽ BCCI തന്നെ രംഗത്തിറങ്ങി. അവൻ്റെ പ്രായം തെളിയിക്കുവാൻ അവർ ശാസ്ത്രീയമായ ബോൺ ടെസ്റ്റ് തന്നെ നടത്തി. ഫലമോ സംശയിച്ചവരുടെ വായടപ്പിച്ചുകൊണ്ട് അവൻ യഥാർത്ഥത്തിൽ ഒരു 15കാരൻ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടു. ബോൺ ടെസ്റ്റ് പാസ്സായ ഈ പയ്യൻ പിന്നെ കാട്ടിയത് ക്രിക്കറ്റ് ലോകം ഇന്ന് വരെ കാണാത്ത വിശ്വരൂപമാണ്. സാക്ഷാൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് എതിരായി വെറും 15 പന്തിൽ അവൻ അർദ്ധ സെഞ്ചുറി തികച്ചു. 26 പന്തിൽ 300 സ്ട്രൈക്ക് റേറ്റിൽ 78 റൺസ്. ഈ സീസണിൻ്റെ തുടക്കത്തിൽ ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 17 പന്തിൽ 52 റൺസ് നേടി. IPL ചരിത്രത്തിൽ തന്നെ 300 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ 2 തവണ അർദ്ധ സെഞ്ചുറി നേടുന്ന താരമായി അവൻ മാറി. IPL മാത്രമല്ല, ഇന്ത്യൻ അണ്ടർ-19 ജേഴ്സിയിലും ഈ പയ്യൻ നടത്തിയ നരനായാട്ട് ലോകം കണ്ടതാണ്. ലോക ക്രിക്കറ്റിലെ വമ്പന്മാരായ ഓസ്ട്രേലിയയുടെ അണ്ടർ-19 ടീമിനെതിരെ അവൻ കാഴ്ചവെച്ച ആ വെടിക്കെട്ട് എങ്ങനെ മറക്കാൻ കഴിയും? അന്ന് വെറും 58 പന്തിലാണ് ഓസീസ് ബൗളർമാരെ തല്ലിച്ചതച്ച് അവൻ സെഞ്ചുറി അടിച്ചു കൂട്ടിയത്. അണ്ടർ-19 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അവൻ മാറിയപ്പോൾ ആ ഓസീസ് ബൗളർമാർ പോലും ഗ്രൗണ്ടിൽ പകച്ചുപോയി. അണ്ടർ-19 യൂത്ത് ടെസ്റ്റിലെ ആ റെക്കോർഡ് ഇന്നിങ്സ് ഈ കൊടുങ്കാറ്റിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. ഇതൊക്കെ കണ്ട് സഹിക്കാൻ കഴിയാത്ത ചിലരുണ്ട്. ഹൈദരാബാദിനെതിരെ അവൻ അടിച്ചുകൂട്ടിയ ആ 12 കൂറ്റൻ സിക്സറുകൾ കണ്ട് അമ്പരന്ന് അസൂയ പൂണ്ട് അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് പോലും ആരോപണങ്ങൾ ഉയർന്നു. ഈ കൊച്ചു പയ്യൻ്റെ ബാറ്റിൽ എന്തോ ചിപ്പ് ഒളിപ്പിച്ച് ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഒരു പാകിസ്ഥാൻകാരൻ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു കൂവിയത്. പണ്ട് ലോകകപ്പ് ഫൈനലിൽ റിക്കി പോണ്ടിങ്ങിൻ്റെ ബാറ്റിൽ സ്പ്രിങ് ആണ് എന്ന് പറഞ്ഞ് കരഞ്ഞ അതേ കരച്ചിൽ. പക്ഷേ അവർക്കറിയില്ലല്ലോ ചിപ്പുള്ളത് അവൻ്റെ ബാറ്റിലല്ല, ആ 15കാരൻ്റെ രക്തത്തിലാണ് എന്ന്. പലരും ഈ പ്രായത്തിൽ തങ്ങളുടെ ഭാവി എന്താകണം എന്ന് സ്വപ്നം കണ്ടു തുടങ്ങുന്നതേയുള്ളൂ. എന്നാൽ വൈഭവ് സൂര്യവംശി തൻ്റെ ഭാവി സ്വന്തം ബാറ്റ് കൊണ്ട് എഴുതി ചേർക്കുകയാണ്. പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ ലോകത്തിനു മുമ്പിൽ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. വരും കാലങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തന്നെ തലവര മാറ്റി എഴുതുവാൻ പോകുന്ന ഈ രാജകുമാരൻ്റെ വെറും ഒരു തുടക്കം മാത്രമാണിത്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ വൈഭവിൻ്റെ ഈ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? പാകിസ്ഥാൻകാരൻ്റെ ആ ആരോപണത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.